ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിരുന്നു അയൺ ഫാം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിന്ന് അയൺ ഫാമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഇതുപോലെയുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വർക്കാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ട് എടുക്കാം. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കുക. അതിനുശേഷം 5x5 ഒരു ഹോൾ ഇടുക. ഈ ഒരു അയൺ ഫാം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 150 ബ്ലോക്ക് എടുത്ത് ഒരു ബെഡോ അല്ലെങ്കിൽ ഒരു വില്ലേജോ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ അടിയിലോട്ട് ഒരു 8 ബ്ലോക്ക് ഡിഗ് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാ ഭാഗത്തും ചെയ്യുക. ഇപ്പോൾ ഇത് ഫുൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടിയിലെത്തിയതിനു ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ 2 ബ്ലോക്ക് 2 ഭാഗത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബെഡ് വെച്ച് നിറയ്ക്കുകയാണ്. അങ്ങനെ 2 ഭാഗത്തും ചെയ്യുക. അതിനുശേഷം ബെഡ് പൊട്ടാതെ നിങ്ങൾ അടിയത്തെ ബ്ലോക്ക് ഒന്ന് ഡിഗ് ചെയ്ത് മാറ്റുക. എന്നിട്ട് അവിടെയും ബെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ നടുവിലുള്ള പാർട്ട് മുഴുവൻ നമ്മൾ ബ്ലോക്ക് വെച്ച് കവർ ചെയ്യാണ്. എന്നിട്ട് ഓരോ കോർണറിലും ഓരോ ബ്ലോക്ക് ചെയ്ത് നമ്മൾ വെക്കുകയാണ്. സെൻട്രലായിട്ട് ഒരു ബ്ലോക്ക് വയ്ക്കുക. എന്നിട്ട് ആ ബ്ലോക്കിൻ്റെ മുകളിൽ നമ്മളൊരു ടോർച്ചും കൂടി വെക്കണം. അതെന്തിനാന്ന് വെച്ചാൽ മോബുകളൊന്നും സ്പോൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ഭാഗത്ത് മുഴുവൻ നമ്മൾ ഈ ഒരു വർക്ക് സ്റ്റേഷൻ വെച്ച് നിറയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 20 വില്ലേജേഴ്സിനെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 20 വില്ലേജേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. വില്ലേജേഴ്സിനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പച്ച വില്ലേജർ ഉണ്ടായിരിക്കാൻ പാടില്ല. അതിനുശേഷം ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ അടയ്ക്കുകയാണ്. അതിനുശേഷം ഒരു കോർണറിലായിട്ട് നമ്മൾ വാട്ടർ ബക്കറ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഈ ഒരു ബ്ലോക്കിലായിട്ട് വെള്ളം വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അവിടെ ഹോപ്പർ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം വീഡിയോ കാണുന്ന പോലെ നമ്മൾ ഈ ഒരു സൈൻ ബോർഡ് അവിടെ വയ്ക്കണം. അവസാനം ആ സൈൻ ബോർഡ് വെച്ച സ്ഥലങ്ങളിൽ നമ്മൾ സ്ലാബ് വയ്ക്കുകയാണ്. എന്നിട്ട് ആ ഒരു സൈൻ ബോർഡിൻ്റെ നടുവിൽ നമ്മൾ ലാവ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിനൊരു ഔട്ട്ലൈനായിട്ട് നമ്മൾ ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അയൺ ഗോളം സ്പോൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ സൈഡിലായിട്ട് ലാവ ബക്കറ്റിൻ്റെ നേരെ സൈഡിൽ നമ്മൾ 4 ബ്ലോക്ക് അടിയിലേക്ക് ഡിഗ് ചെയ്യണം.
ഇനി നമ്മൾ ചെസ്റ്റ് ഹോപ്പറിന് സൈഡിലായി വെക്കുക. ഇപ്പോൾ ഹോപ്പറിലേക്ക് വിടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ചെസ്റ്റിലേക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ അയൺ ഫാമിൻ്റെ പണി മുഴുവനായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ AFK നിന്നപ്പോഴേക്കും നമുക്ക് 1.25 സ്റ്റാക്ക് അയൺ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുമോ അയൺ ഗോളം ചാവുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു അയൺ ഫാം നല്ല രീതിക്ക് വർക്കിംഗ് ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും നമ്മുടെ ചാനൽ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അടുത്ത എന്താ വേണ്ടതെന്ന് കമൻറ്റ് കൂടി ചെയ്യുക.